നികേഷും നിധിയുടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നീതുവിൻ്റെ ചേട്ടനും രണ്ട് കൂട്ടുകാരും കൂടി അവരെ തടയും. എന്നിട്ട് നികേഷിൻ്റെ വീട്ടുകാരെ നിധിയൊക്കെ അപമാനിക്കുന്ന രീതിയിൽ അയാൾ സംസാരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നികേഷിന് ദേഷ്യം വരും. നികേഷ് അവരുമായിട്ട് അടിയുണ്ടാക്കാൻ നോക്കുമ്പോൾ നിധി തടഞ്ഞു വെക്കുകയാണ്. അയാൾ പറയും, ആ വീട്ടിലെ 5 റൗഡികളും ഈ പെണ്ണുമാണ് താമസിക്കുന്നത്. ഏറ്റവും വലിയ റൗഡി ഇവരുടെയൊക്കെ അച്ഛൻ, ലോറി ഓടിക്കുന്ന ആളാ, അതും നാഷണൽ പെർമിറ്റ്. നിധിക്കും അവരൊക്കെ റൗഡികളാണെന്ന് നിന്നോടാരാ പറഞ്ഞത്? ഈ വഴിയിൽ ഒരു പെൺകുട്ടിയായ എന്നെ തടഞ്ഞു നിർത്തിയില്ലേ, ആ നിങ്ങളാണ് ശരിക്കും റൗഡികൾ. തിരിച്ച് അതേ രീതിയിൽ തന്നെ നിധി മറുപടി പറയും. അവരവിടുന്ന് തിരിച്ചു പോകുമ്പോൾ നികേഷിൻ്റെ ദേഷ്യമോ അപ്പോഴും തീർന്നിട്ടില്ല. നികേഷ് പറയും, എടുത്തി ഒരടിയെങ്കിലും എനിക്ക് അടിക്കണമായിരുന്നു. നിധി പറയും, അവർ 3-4 തടിയന്മാരുണ്ടടാ, അവരുമായിട്ട് പ്രശ്നത്തിന് പോയിട്ട് നിനക്കെന്തെങ്കിലും പറ്റിയാലോ? നികേഷ് പറയും, അതൊന്നും കുഴപ്പമില്ലായിരുന്നു, ഞാനിത് വിടാനൊന്നും പോകണില്ല, എന്തായാലും പോയിട്ട് സുധീഷ് ചേട്ടനോട് പറയും, വേണ്ടി വന്നാൽ ഹരീഷ് ചേട്ടനോട് കൂടി പറയും. നിധി പറയും, നീ അത് ചെയ്യരുത്. നികേഷ് പറയും, ഞാൻ എന്തായാലും പറയും. നിധി പറയും, സുധീഷിൻ്റെ ലൈസൻസ് അല്ലെങ്കിലേ പോലീസ് പിടിച്ചു വെച്ചതാ, ഇനി വേറെ പോലീസ് കേസും കൂടി ഉണ്ടാക്കണോ? നിധി നികേഷിനോട് സത്യം ചെയ്യിക്കുകയാണ്, ഈ കാര്യം വീട്ടിലാരോടും പറയില്ലെന്ന്. അച്ഛനൊരു പാട്ടൊക്കെ പാടി അടുക്കളയിൽ പോയിട്ട് സ്വന്തം ചോറൊക്കെ എടുത്ത് വന്ന് തിന്നെയാണ്. സുധിയാണെ ടേബിളിൽ ഇങ്ങനെ കൈവച്ച് കിടക്കും. സുധി ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടും. അച്ഛൻ തിന്നുന്നത് കാണുമ്പോൾ സുധിക്ക് ദേഷ്യം വരും. സുധി പറയും, ഒന്ന് നല്ലോണം തിന്നൂടെ, ആ പാത്രം ഇങ്ങോട്ട് ഓടിപ്പോവൊന്നുമില്ല. അച്ഛൻ പറയും, ഈ പ്രായത്തിലേ നീ എന്നെ തിന്നാനൊന്നും പഠിപ്പിക്കണ്ട. സുധി, ഓ കണ്ടിട്ട് എന്നെ അങ്ങോട്ട് നോക്കാനും തോന്നില്ല, നീ എന്തിനാടാ ഞാൻ കഴിക്കുന്നത് നോക്കി നിൽക്കുന്നത്, നിനക്ക് എങ്ങോട്ടേലും പോയിക്കൂടെ? ഓ നിനക്ക് വേലയും കൂലിയൊന്നും ഇല്ലല്ലോ, ഇതല്ലാതെ നിനക്കെന്ത് പണിയാ? അച്ഛൻ മീൻ്റെ മുള്ളെടുത്ത് നിലത്ത് വെക്കുമ്പോൾ സുധി പറയും, അയ്യേ അവിടെയാണോ വെക്കുന്നത്, ഇനി അവിടെ ആരാ വൃത്തിയാക്കുക? പറയുന്നത് കേട്ടാതൊന്നും നീയാണ് ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നതെന്ന്. ഞാൻ കഴിച്ചതൊക്കെ വൃത്തിയാക്കാൻ എനിക്കറിയാം. ആ സമയത്ത് വക്കീലിൻ്റെ കോള് വരികയാണ് സുധിക്ക്. ഡിവോഴ്സിൻ്റെ പേപ്പറുകളൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ സുധി പറയും, അത് കുറച്ചുകൂടെ നീട്ടാൻ പറ്റുമോ? വക്കീലേക്ക് എന്ത് പറ്റി, നിങ്ങൾ മ്യൂച്വലി തന്നതല്ലേ? സുധി പറയും, അവളുടെ നിർബന്ധത്തിനാണ് ഞാൻ തന്നത്, എനിക്കിപ്പോൾ വേണമെന്നില്ലായിരുന്നു. വക്കീൽ പറയും, നിങ്ങളുടെ ഭാര്യയായിട്ടൊന്ന് ആലോചിച്ചിട്ടേ ഒന്നുകൂടെ വിളിക്ക്. സുധി സുഭാഷിൻ്റെ പണിസ്ഥലത്തേക്ക് പോവാണ്. സുഭാഷിക്ക്, എന്താടാ നീ വല്ലാതെ വിഷമത്തിലാണല്ലോ? സുധി പറയും, ചേട്ടൻ വരുന്നവരെ നിൽക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ്, ആ വക്കീൽ വിളിച്ചിരുന്നു ഡിവോഴ്സിൻ്റെ കാര്യത്തിന്. സുഭാഷ് പറയും, അയ്യോ എന്താ ഒരു അയ്യോ? അല്ലടാ, നിങ്ങൾ ഡിവോഴ്സ് ആവുന്ന കാര്യം ഓർത്തിട്ടെ എനിക്ക് നേർക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. സുഭാഷ് അപ്പോൾ വീട്ടിൽ സുഭാഷും നികേഷും ഒക്കെ കൂർക്കം വലിച്ച് കിടക്കുന്ന കാര്യം ഓർക്കുകയാണ്. എന്നിട്ടൊരു, എന്തിനാ സുഭാഷ് ഏട്ടാ ഇങ്ങനെ നുണ പറയുന്നത്, നിങ്ങൾ കൂർക്കം വലിച്ച് ഉറങ്ങുന്നത് ഞാൻ കാണുന്നതല്ലേ? എടാ, അത് ഇവിടുത്തെ പണിയും വീട്ടിലെ പണിയൊക്കെ ആയിട്ട് ക്ഷീണം കൊണ്ട് ഉറങ്ങി പോകുന്നതാ എന്ന് കരുതി എനിക്ക് വിഷമമില്ലെന്നാണ് നീ പറയുന്നത്? വേണമെങ്കിൽ അവളോട് ഞാനൊന്ന് സംസാരിക്കാം. സുധീശ്വരി, വേണ്ട വേണ്ട. സുഭാഷ് ഏട്ടൻ പറയുമ്പോൾ അവളുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് കുറേ കാര്യങ്ങൾ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ അവളുടെ കൂടെയാവും. ഇന്ന് ഞാൻ അവളോട് ഇഷ്ടം തുറന്നു പറയാൻ പോവാ. ചില പെൺകുട്ടികൾക്ക് നമ്മുടെ ഇഷ്ടം പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവും. നിധി അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഡിവോഴ്സായിട്ട് കുറേ കാലം കഴിഞ്ഞ് എനിക്ക് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്ന് ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചാലോ? ഇതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷ് ചിരിക്കും. സുധീഷയ്ക്ക്, എന്താ ചിരിക്കുന്നത്? അല്ല, നീ പറയുമ്പോൾ അതിൻ്റെ കൂടെ നീ പറഞ്ഞ കള്ളം കൂടി പറയോ? ചില പെൺകുട്ടിയൊക്കെ കള്ളം പറയുന്നത് ഇഷ്ടമല്ല. എന്തായാലും നീ ഇന്ന് പോയിട്ട് പറഞ്ഞിട്ട് വാ. സുധീഷ് ഒരു ടാക്സി വണ്ടിയിൽ നിധിയുടെ ഓഫീസിൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങുകയാണ്. വണ്ടിക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറയും. സുധി വേറൊരു വണ്ടിയിലെ കണ്ണാടി നോക്കി മുടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിധിയും കൂട്ടുകാരിയും കൂടി പുറത്തോട്ട് വരും. നിധി സുധിയെ കാണുന്നില്ല. മുന്നോട്ട് നടക്കുന്ന സമയത്ത് ബോസ് വണ്ടി നിർത്തിയിട്ട് നിധിയോട് പറയും, നിധി വണ്ടി കയറിക്കോ, ഞാൻ ആ വഴിക്കാ ഡ്രോപ്പ് ചെയ്യാം. കൂട്ടുകാരി പറയും, എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. അയ്യോ അങ്ങനെയല്ല, ഞാൻ ആ വഴിക്ക് പോകുന്നതുകൊണ്ട് നിധിയോട് ചോദിച്ചതാ. നിധി പറയും, വേണ്ട ഞാൻ പോയിക്കോളാം, വാ നിധി. ആ സമയത്ത് സുധി പിറകുന്ന് വിളിക്കുക, നിധി. നിധി വയ്ക്കും, സുധീഷോ? സുധീഷ് എന്താ ഇവിടെ? ബോസ് പറയും, ആ ഇതാരാ, വല്യച്ഛൻ്റെ മോനോ? സുധി പറയും, ഞാൻ നിധിയെ കുട്ടി കൊണ്ടുപോകാൻ വന്നതാ. ബോസ് പറയും, ആ എന്നാൽ നിങ്ങൾ സിസ്റ്ററെ കൊണ്ട് പോയിക്കോ. സുധിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും. സുധി മനസ്സ് പറയും, ആരാടാ സിസ്റ്റർ? അവരൊക്കെ പോയി കഴിയുമ്പോൾ സുധി നിധിയോട് പറയും, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നിധിക്ക്, എന്താ, വീട്ടിൽ നിന്ന് പറഞ്ഞാൽ പോരെ? സുധി പറയും, വീട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാ. നിധിയെയും കൂട്ടി സുധി ബീച്ചിൽ പോവാണ്. അവരവിടെ ഇരുന്ന് കടല തിന്നുകൊണ്ടിരിക്കുമ്പോൾ നിധി ചോദിക്കും, എന്താ പറയാനുള്ളത്? സുധി ചോദിക്കും, നിധി ഫ്രീ അല്ലേ? നിധി പറയും, അതെ. സുധിക്കാണെങ്കിൽ അത് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. സുധി പറയും, നിധി ഒന്ന് ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാം. സുധി കുറച്ച് മുന്നോട്ട് നടക്കുകയാണ്. എന്നിട്ടൊന്ന് പ്രിപ്പയർ ആയിട്ട് തിരിച്ച് നിധിയുടെ അടുത്ത് വന്നിരിക്കും. നിധിയോട് പറയും, നിധി നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഓർക്കുന്നുണ്ടോ? എൻ്റെ വണ്ടിയും നിധി വന്നിരുന്ന വണ്ടിയും തമ്മിൽ ക്ലാഷായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് നിധി എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു.
നിധിയുടെ കൂടെ അന്ന് ആ കങ്കാരു ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആഗ്രഹിച്ചു ഈ സപ്പോർട്ട് എന്നും ജീവിതത്തിലുണ്ടായിരുന്നെങ്കിലെന്ന്. അന്ന് നിധിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ എന്നെങ്കിലും നിധിയെ കാണുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഞാൻ വീട്ടിലേക്ക് വരുന്നത്. അന്ന് എനിക്ക് തോന്നി ദൈവം നമ്മളെ ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ ബന്ധിപ്പിക്കുകയാണെന്ന്. നിധി പറഞ്ഞില്ലേ, ഡിവോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ജീവിതം ഉണ്ടാവുമെന്ന്. ഈ ഡിവോഴ്സ് കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരു ജീവിതം ഉണ്ടാവില്ല നിധി.